എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീട്ടില് ഉപയോഗിക്കുന്ന ഒരു 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 അച്ചാറിനകത്തൊക്കെ ഇടുന്ന വിനാഗിരി ഇല്ലേ, വിനാഗിരി എഥനോയിക് ആസിഡിന്റെ ഡൈലൂട്ടഡ് ഫോം ആണ്. ഓക്കെ, അപ്പം ഈ എഥനോയിക് ആസിഡിന്റെ വേറെ പേരാണ് അസറ്റിക് ആസിഡ്. അപ്പൊ ബ്രാക്കറ്റ് വേണമെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് എഴുതി. അസറ്റിക് ആസിഡ്. അപ്പം അസറ്റിക് ആസിഡിനകത്ത് നമുക്ക് പറയാനുള്ള അസറ്റിക് ആസിഡിനെ ആദ്യം എങ്ങനെയൊക്കെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് എഴുതാം. CH3COOH എന്ന് എഴുതാം. അല്ലെങ്കിൽ CH3 തന്നെ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് വരയ്ക്കാം. CH3C ഡബിൾ ബോണ്ട് OH ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇനി കണ്ടൻസ്ഡ് ഫോമിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താ, C2 1 2 3 4 H4 അല്ല 1 2 C2 H4 O2 ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. കേട്ടോ, അപ്പൊ ഇങ്ങനെ ഈ 3 രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാം. C3OH ഇങ്ങനെ എഴുതാം, കണ്ടൻസ്ഡ് ഫോമിൽ ഇങ്ങനെ എഴുതാം. ഇത് 3 രീതിയിൽ എഴുതാം. ഇത് എഴുതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എല്ലാ കാർബണിന്റെ എണ്ണം നോക്കിയേ, 2 കാർബൺ, അപ്പൊ C2 എന്ന് എഴുതി. 4 ഹൈഡ്രജൻ 1 2 3 4 അത് H4 എന്ന് എഴുതി. പിന്നെ 2 ഓക്സിജൻ കണ്ടോ O2 അങ്ങനെ എഴുതി. അതിന്റെ കണ്ടൻസ്ഡ് ഫോർമാറ്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. നമ്മൾ എഥനോയിക് ആസിഡിനെ പറ്റിയാണ് പഠിക്കുന്നത്. എഥനോയിക് ആസിഡിന്റെ വേറെ ഒരു അസറ്റിക് ആസിഡ്, അതിനെ ഈ 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. CH3COH അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല, CH ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഇതും കണ്ടൻസ്ഡ് ഫോർമുല തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ഇത് അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയും. ഓക്കെ, ഇത് കണ്ടൻസ്ഡ്, ഇത് മോളിക്കുലാർ ഫോർമുല. ഓക്കെ, ഇനിയും അതിനെപ്പറ്റി എഴുതാനുള്ളത് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ്, ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് എഥനോയിക് ആസിഡ് in water is called vinegar. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 5 to 8% മാത്രമാണ് നമ്മൾ എന്തെടുക്കുന്നത്, എഥനോയിക് ആസിഡ് എടുക്കുന്നത്. ബാക്കി വെള്ളമാണ്. ഓക്കെ ആണല്ലോ. 5 മുതൽ 8% വരെ. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 100 ml എന്താണ് വിനീഗർ ഉണ്ടെങ്കിൽ 100 ml നമ്മൾ വിനീഗർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 5 to 8 ml മാത്രമേ എഥനോയിക് ആസിഡ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയും ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് പറയാം. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ എഥനോയിക് ആസിഡ്, pure ethanoic acid is 290 Kelvin or 17 degrees Celsius. നമുക്ക് ആലോചിച്ച് നോക്കിയേ, 17 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിന്റ് എങ്കിൽ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു 15-നും 20-നും ഇടയ്ക്കായിരിക്കും അല്ലെ. നമ്മുടെ ഇവിടത്തെ നല്ല, ഇവിടെ അത്രയും കുറയാറില്ല, എന്നാലും ഒരു 22 ഒക്കെ വരാറുണ്ട് തണുപ്പ് കാലത്തൊക്കെ. 20-22 ഒക്കെ വരാറുണ്ട്. നമ്മൾ ഈ മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ 10-ഉം 5-ഉം ഒക്കെ ആയിരിക്കും. ഹിമാചൽ പോലുള്ള സ്ഥലം നോക്കിയാൽ മൈനസ് ആയിരിക്കും. അവിടങ്ങളിൽ ഈ തണുപ്പ് കാലത്ത് ഈ എഥനോയിക് ആസിഡ് കട്ട പിടിച്ചായിരിക്കും, ഐസ് കട്ട പോലെ ഇരിക്കും. കാരണം എന്താ, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താണ്, ഫ്രീസ് ചെയ്യുന്നു. എന്താണ് ആ ഒരു 17 ഡിഗ്രി സെൽഷ്യസ്. ഹെൻസ് ഇറ്റ് freezes during winter. This give rise to its name called glacial acetic acid. അതുകൊണ്ടാണ് അതിനെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. അപ്പം ഓർക്കുക, മെൽറ്റിംഗ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ് എഥനോയിക് ആസിഡിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാം. ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പൊ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചുറ്റുവട്ടത്തുള്ള ടെമ്പറേച്ചർ നമ്മുടെ എന്താണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. മഴയില്ല. അപ്പം 17 ഡിഗ്രി സെൽഷ്യസ് ആവുകയാണെങ്കിൽ
ഞാനിവിടെ ഒരു വിനാഗിരി ഒരു കുപ്പിക്കകത്ത് എടുക്കുകയാണെങ്കിൽ ആ വിനാഗിരി കട്ട പിടിക്കുന്നുള്ളതാണ്. വിനാഗിരി 17 ഡിഗ്രി സെൽഷ്യസിൽ കട്ട പിടിക്കത്തില്ല, കാരണം വിനാഗിരിക്കകത്ത് വെള്ളവും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ടെമ്പറേച്ചർ താഴോട്ട് പോയാൽ മാത്രമേ കട്ട പിടിക്കത്തുള്ളൂ. ഒരു ഏകദേശം ഒരു 0 ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് വന്നാൽ മാത്രമേ വിനാഗിരി കട്ട പിടിക്കത്തുള്ളൂ, കാരണം വിനാഗിരിക്കകത്ത് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പ്യുവർ എഥനോയിക് ആസിഡ് ആണ് 17 ഡിഗ്രി സെൽഷ്യസിൽ കട്ട പിടിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തോണേ, അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി അടുത്തൊരു ഡോട്ട് എഴുതുക. അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഈസ് വൺ ഓഫ് ദ carboxylic acid and is also a weak acid. Hence it does not ionize completely. നമ്മളത് ആസിഡ് ബേസ് സോൾട്ടിനകത്ത് വീക്ക് ആസിഡിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇപ്പൊ 100 CH3COOH മോളിക്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു 50 മോളിക്യൂൾ മാത്രമേ CH3COO മൈനസും H+ ആയിട്ട് സ്പ്ലിറ്റ് ആകത്തുള്ളൂ. കാരണം എന്താ, ഈ CH3COOH എന്തൊക്കെയുണ്ട്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് CH3COO മൈനസ് എന്ന് പറയുന്ന അസറ്റേറ്റ് അയോണും അതേപോലെ തന്നെ H+ അയോണുമാണ്. H+ അയോൺ ഉണ്ടാക്കിക്കൊണ്ട് അത് ആസിഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതിപ്പോ 100 മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഈ 100 മോളിക്യൂൾ ഇങ്ങനെ അയണൈസ് ചെയ്യത്തില്ല. ഈ 100 എണ്ണത്തിനകത്ത് 50 മോളിക്യൂൾ വെച്ച് ഇത് അയണൈസ് ആകത്തുള്ളൂ. ബാക്കി 50 മോളിക്യൂൾ എന്തായിട്ട് തന്നെ കിടക്കും, CH3COOH ആയിട്ട് തന്നെ അത് കിടക്കും എന്നുള്ള കാര്യമാണ്. അതൊന്നും എഴുതണ്ട, നിങ്ങൾ ഈ റിയാക്ഷൻ മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇനി നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എഥനോയിക് ആസിഡ് പറയാൻ പോവാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എഥനോയിക് ആസിഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എഥനോയിക് ആസിഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എഥനോയിക് ആസിഡിനകത്ത് ഒന്നാമത് പറയാനുള്ളത്, എഥനോയിക് ആസിഡ് കളർലെസ് ആണ്. ഇറ്റ് ഈസ് കളർലെസ്. ലിക്വിഡ് colorless liquid having sour taste. നമുക്കറിയില്ല ആസിഡ് ആകുമ്പോൾ sour taste ആണ്. and smell of vinegar. വിനീഗറിന്റെ തന്നെ സ്മെൽ ആയിരിക്കും അതിന്. രണ്ടാമത്തേത് ദ ബോയിലിംഗ് പോയിന്റ്, BP എന്ന് എഴുതുകയാണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് തന്നെ നിങ്ങൾ എഴുതുക, BP ഓഫ് എഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ് ഈസ് 118 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 118 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഉയർത്തിയാൽ മാത്രമേ അത് തിളക്കത്തുള്ളൂ. വെള്ളത്തിനാണെങ്കിൽ അത് 100 ഡിഗ്രി സെൽഷ്യസ്. മൂന്നാമത്തേത് ഇറ്റ് ഈസ് മിസിബിൾ, MISCIBLE, മിസിബിൾ വിത്ത് വാട്ടർ in all proportion. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനകത്ത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകും എന്നുള്ളതാണ് ആ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഏതാ ആസിഡ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ. നമുക്കറിയാലോ, നമുക്കിപ്പം അസറ്റിക് ആസിഡിൽ വെള്ളം ആഡ് ചെയ്തിട്ടാണ് വിനാഗിരി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് വെള്ളം ഏതാ അസറ്റിക് ആസിഡ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണല്ലോ വിനാഗിരി ഇരിക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് പോവാണ്. നോക്കിക്കോളൂ, കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് പോവാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് പോവാണ്. പ്രോപ്പർട്ടീസ് ഓഫ് എഥനോയിക് ആസിഡ്. അതിനകത്ത് ഒന്നാമത്തേത് ഇറ്റ് ഈസ് അസിഡിക് ഇൻ നേച്ചർ. അസിഡിക് ഇൻ നേച്ചർ. രണ്ടാമത്തേത് ഡൈല്യൂട്ട് എഥനോയിക് ആസിഡ്
dilute ethanoic acid turns blue litmus red. മൂന്നാമത്തേത് dilute ethanoic acid turns universal indicator paper. അതായത് pH പേപ്പർ നമ്മളത് പഠിച്ചായിരുന്നു. പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ pH പേപ്പർ എന്ന് എഴുതാം. pH പേപ്പർ. 2 orange showing that its pH is about 4. അതിന്റെ pH 4 ആണ് തെളിയിക്കുന്ന രീതിയിൽ അതിന്റെ pH പേപ്പറിന്റെ കളർ ഓറഞ്ചിലേക്ക് മാറ്റപ്പെടുന്നു. ദേവനന്ദ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എഥനോയിക് ആസിഡ് അസറ്റിക് ആസിഡ് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി. ഡൈല്യൂട്ട് എഥനോയിക് ആസിഡ് 5 to 8% വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനാഗിരി എന്ന് പറയുന്നു. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് അത് ഫ്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നു. പിന്നെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയും, അല്ല അസിറ്റിക് ആസിഡ് ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്. അത് വീക്ക് ആസിഡ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് അണൈസ് ചെയ്യത്തില്ല. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് കളർലെസ് ആണ്. അതേപോലെ തന്നെ സോർ ടേസ്റ്റ് ആണ്. സ്മെല്ല് വിനീഗറിന്റെ ആണ്. ബോയിലിംഗ് പോയിന്റ് 118 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവും. കെമിക്കൽ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് അസിഡിക് ഇൻ നേച്ചർ ആണ്. ഡൈല്യൂട്ട് എഥനോയിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. പിന്നെ pH പേപ്പറിനെ ഓറഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനർത്ഥം അതിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നാലാമത്തേത് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് റിയാക്ഷൻ ഓഫ് acetic acid with sodium carbonate. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളൊരു എഥനോയിക് ആസിഡ് എടുക്കുന്നു, CH3COOH. ഇത് എഥനോയിക് ആസിഡ് ആണല്ലോ. ഇത് സോഡിയം കാർബണേറ്റുമായിട്ട് Na2CO3 ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ കട്ടാവുന്നത് അതിനെ വേണമെങ്കിൽ വലിയതാക്കി സ്ട്രക്ചേർഡ് ആക്കി വരച്ച് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവും. നോക്കിക്കോളൂ. CH3COOH എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? CH3COOH, C double bond OH, CH3C double bond OH പ്ലസ് സോഡിയം കാർബണേറ്റ് Na2CO3 ആണ്. ഓക്കെ, ഇത് പോകുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ കട്ടാവുന്നത് ഈ H ആയിരിക്കും. ഈ Hന് OH ആയിരിക്കും കട്ടാവുന്നത്. OHന്റെ Oയും Hയും തമ്മിലുള്ള ബോണ്ട് ഈ ബോണ്ട് ആയിരിക്കും കട്ടാവുന്നത്. എന്നിട്ട് അവിടെ ആര് വരും? ഈ സോഡിയം അവിടെ വരും. ഓക്കെ ആണല്ലോ. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ഈ CO3 കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. പിന്നെ എന്താണ് വാട്ടർ ഫോം ചെയ്യും. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് CH3COON നോക്കിക്കോളൂ. CH3COON എന്ന് വരും. പ്ലസ് CO2 ആയിട്ട് മാറുന്നു. CO2 പ്ലസ് എന്താ H2O. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെയും 2 ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇവന്റെ പേര് എന്താണെന്നറിയോ? ഇവന്റെ പേര് സോഡിയം എഥനോയേറ്റ് എന്ന. ഇന്നലെ നമ്മൾ സോഡിയം ഇതോക്സൈഡ് എന്ന് പഠിച്ച പോലെ തന്നെ സോഡിയം ഇതോക്സൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഓയേ ഉള്ളൂ. ഇവിടെ COO ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ സോഡിയം എഥനോയേറ്റ് എന്നാണ് പറയുന്നത്. സോഡിയം എഥനോയേറ്റ്. കട്ടാവുന്നത് ഇങ്ങനെയാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡീറ്റെയിൽ കണ്ടൻസ്ഡ് സ്ട്രക്ചേർഡ് ആയിട്ട് ചോദിക്കത്തില്ല. കണ്ടൻസ്ഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്.
അപ്പോൾ അത് ആ രീതിയിൽ പഠിക്കുക. ഇത് എഴുതിക്കോ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഇതിനെ കണ്ടൻസ്ഡ് ആക്കി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് അറിയാമോ? ഇതിന്റെ താഴോട്ട് തന്നെ വേണമെങ്കിൽ അതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ വേണമെങ്കിൽ തന്നെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. വേണമെങ്കിൽ എഴുതി എടുത്താൽ മതി CH3COOH പ്ലസ് Na2CO3. അപ്പൊ അവിടെ CH3COONA പ്ലസ് എന്താ CO2 പ്ലസ് H2O. ഇങ്ങനെ ഇവനെയാണ് നമ്മൾ സോഡിയം എഥനോയേറ്റ് എന്ന് പറയുന്നത്. സോഡിയം എഥനോയേറ്റ് എന്ന് പറഞ്ഞ ഇവനെയാണ് എഥനോയേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് വിത്ത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. റിയാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് വിത്ത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. എടേ, ഞാൻ ആദ്യം സ്ട്രക്ചർ ആയിട്ട് എഴുതിയ റിയാക്ഷനും ഇപ്പൊ ഈ റിയാക്ഷനും സെയിം ആണ് കേട്ടോ. അത് ഞാൻ ഒന്ന് കണ്ടൻസ്ഡ് ഫോമിൽ എഴുതി, ഒന്ന് സ്ട്രക്ചേർഡ് ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഓർ ഇട്ടിട്ട് എഴുതുക, രണ്ടും എഴുതുവാണെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കാം. അസറ്റിക് ആസിഡ് എടുക്കാം വീണ്ടും. ഇത് ഞാൻ കണ്ടൻസ്ഡിൽ തന്നെ എഴുതുവാണ്. CH3COOH. ഓക്കെ ആണല്ലോ. ഇതിനെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് NaHCO3 ആണ്. ഓക്കെ, ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ഒന്നുമില്ല, ഇവിടെ കട്ടായിട്ട് ഈ സോഡിയം ഇവിടെ വരും. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ CH3COONA തന്നെയാണ്, സോഡിയം എഥനോയേറ്റ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. സോഡിയം എഥനോയേറ്റ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. എഥനോയേറ്റ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. പ്ലസ് എന്താ, ഒരു CO2 പ്ലസ് എന്താ, ബാലൻസിങ്ങിൽ ചെറിയ വ്യത്യാസം കാണും. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കോ. റിയാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. റിയാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് വിത്ത്, അടുത്തത് ആറാമത്തേത് റിയാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. സർ മേളിട്ട് ഒന്ന് കാണിക്കോ? ആ, ഇതാണോ? ആണ് സർ. മാറ്റിക്കോ സർ. അടുത്തത് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്, പക്ഷെ ബൈ പ്രൊഡക്റ്റ് മാറും. നോക്കിയോ, CH3COOH അസറ്റിക് ആസിഡിനെ
നമ്മൾ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും പൊട്ടുന്നത് ഇതാണ്, ഇതും പൊട്ടും. ഈ Na ഇവിടെ വരും, H ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് CH3COO Na പ്ലസ് H2 എന്ന് വരും. H ഉം OH കൂടെ ചേർന്ന് H2 എന്ന് വരും. ഇവന്റെ പേരും സോഡിയം എഥനോയേറ്റ് ആണ്. എഥനോയേറ്റ്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഞാൻ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ എഥനോളിന്റെ റിയാക്ഷൻ ഡേറ്റ് ലാസ്റ്റിലെ റിയാക്ഷൻ എസ്റ്ററിഫിക്കേഷൻ ആയിരുന്നു പഠിച്ചത്. ആ റിയാക്ഷൻ തന്നെ ഇവിടെയും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എഴുതിക്കോ, ഏഴാമത്തെ റിയാക്ഷൻ ആയിട്ട് റിയാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് വിത്ത് ആൽക്കഹോൾ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഫോർമേഷൻ ഓഫ് എസ്റ്റർ ഇട്ടാണ്. ഈ റിയാക്ഷൻ ഫോർമേഷൻ ഓഫ് എസ്റ്റർ എന്ന് പറയും. ഫോർമേഷൻ ഓഫ് എസ്റ്റർ അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ CH3COOH എടുക്കുന്നു, പ്ലസ് എഥനോൾ എടുക്കാം, CH3CH2OH എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ C2H5OH എന്ന് പറഞ്ഞാലും ശരിയാ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇവിടെ കട്ടാവുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഈ OH ബോണ്ട് കട്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഈ ഓയും എച്ച് തമ്മിന്റെ ഇടയിലുള്ള ബോണ്ട് ഇവിടെ കട്ടാവുമ്പോൾ ആ OH കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് കട്ടായി പോകും. CO ബോണ്ട് ആയിരിക്കും കട്ടായി പോകുന്നത് ഇവിടുന്ന്. അപ്പൊ നോക്കിയോ, ഇങ്ങനെ കട്ടായിട്ട് ഇവര് തമ്മിൽ അങ്ങോട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും? വാട്ടർ ഫോം ചെയ്യും. ബാക്കി ഇവൻ വന്ന് നേരെ ഈ ഓക്സിജന് വന്ന് ചേരുമ്പോൾ നോക്കിയോളൂ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് ഉണ്ടാകുന്നത്. CH3COO. അപ്പുറത്തെ CH2 ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അവിടെ ഒരു CH3 കൂടെ ഉണ്ട്. ഇവന്റെ പേര് ഈതൈൽ എഥനോയേറ്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നു. ഈതൈൽ എഥനോയേറ്റ് ആണ് പറഞ്ഞിരുന്നു. ഇവൻ എസ്റ്റർ ആണ്. എസ്റ്റർ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരാണ്. ഇവനൊരു ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ്. ഇവനൊരു ഫ്രൂട്ടി സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, പ്ലസ് എന്താണ്? അവിടെ നിന്ന് പോയ H2O. ഇവിടെ നമ്മൾ H2SO4 ആഡ് ചെയ്യും കേട്ടോ, എന്നാലേ അവിടെ നിന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വാട്ടർ റിമൂവ് ആകത്തുള്ളൂ. കോൺസെൻട്രേറ്റഡ് H2SO4 നമ്മൾ അവിടെ ആഡ് ചെയ്യും. ഓക്കെ, ഈ ആൾക്കാരെ നെയിം ചെയ്യുന്ന ഈ എസ്റ്ററിനെ നെയിം ഒരു റിയാക്ഷനും കൂടെ എഴുതിക്കോ. നമ്മൾ ഈ എസ്റ്റർ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഹൈഡ്രോലിസിസ് ചെയ്യുവാണെങ്കിൽ, ഞാൻ ഹൈഡ്രോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാൻ ഒറ്റ ചെയ്യുന്ന റിയാക്ഷൻ. ഓക്കെ, ഇതിനകത്ത് തന്നെ വരുന്ന റിയാക്ഷനാണ്. ഈ ഉണ്ടായ എസ്റ്ററിനെ നമ്മൾ ഹൈഡ്രോലിസിസ് ചെയ്യുവാണേ. ഹൈഡ്രോലിസിസ് ഓഫ് എസ്റ്റർ, അതിനകത്ത് തന്നെ ഒരു ഡോട്ട് എഴുതാം. അത് പുതിയ നമ്പർ ഇടണ്ട. ഹൈഡ്രോലിസിസ്, ഇത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചാണ്. ഹൈഡ്രോലിസിസ് ഓഫ് എസ്റ്റർ.
അതിനാൽ നമുക്കിപ്പോൾ കിട്ടിയ CH3COO CH2CH3 എന്ന് പറയുന്ന എസ്റ്ററിനെ നമ്മൾ കുറച്ച് NaOH ആഡ് ചെയ്യാൻ പോവാ. NaOH ആഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? രണ്ട് ഇവിടെ നിന്ന് വേണ്ട ഇവർ രണ്ടുപേരും ഇങ്ങനെ കട്ടാവും. ഇവർ രണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടാവും. എന്നിട്ട് ഈ Na വന്ന് നേരെ ഈ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഈ OH എന്നിട്ട് നേരെ ഈ കാർബണുമായിട്ട് ചേരും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. CH3COO Na എന്ന് പറയുന്ന സോഡിയം എഥനോയേറ്റും സോഡിയം എഥനോയേറ്റ് നേരത്തെ പോലെ തന്നെ സോഡിയം എഥനോയേറ്റും അതേപോലെ തന്നെ ഈ CH3CH2ൽ OH ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് CH3CH2OH കൂടെ വരും. CH3CH2OH കൂടെ വരും. CH3CH2OH ഇനി നമ്മൾ ഈ ഇതിന്റെ നെയിം എങ്ങനെ എഴുതുന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് ഒരു കാര്യം കൂടെ ആലോചിച്ചോണം. ഈ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററിനെ നമ്മൾ ഇത് ശരിക്കും സോഡിയം എഥനോയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സോപ്പ് ഉണ്ടാക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഈ എന്താണ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഹൈഡ്രോളിസിസ് എടുത്തിട്ട് അതിനകത്ത് സോഡിയം NaOH അല്ലെങ്കിൽ KOH ഒക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് സോപ്പായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനെ നമ്മൾ സപ്പോണിഫിക്കേഷൻ ആയിരിക്കും പറയുന്നത്. അപ്പം നോക്കിക്കോളൂ. അപ്പം ഇങ്ങനെ എഴുതാം. ഇതിന്റെ താഴോട്ട് ഇങ്ങനെ എഴുതാം. ദ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. അതായത് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ സിംപ്ലി പറയുവാണെങ്കിൽ എന്താണെന്നറിയാമോ? വാട്ടർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ് NaOH. അപ്പൊ അതാണ് ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഈസ് നോൺ ആസ് സപ്പോണിഫിക്കേഷൻ. ഈ ഉണ്ടാകുന്ന ഈ സോഡിയം എഥനോയേറ്റ് എന്ന് പറയുമ്പോൾ സോപ്പ് തന്നെയാണ് കേട്ടോ. സോപ്പാണ്. നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന നനയ്ക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് സോപ്പായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ആ സോപ്പ് ഇത് ശരിക്കും സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും കുളിക്കാൻ ഉപയോഗിക്കുന്ന സോൾട്ടിനകത്താണ് വരുന്നത്. മറ്റേ ഡിറ്റർജന്റിനകത്ത് വരുന്നത് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പാണ്, കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ല. അത് നമുക്ക് പഠിക്കാനുണ്ട്, അത് പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എസ്റ്റർ ഉണ്ടാവും. ആ എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ NaOHന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോഡിയം എഥനോയേറ്റും ആൽക്കഹോളും ഉണ്ടാവും. അതിൽ ഈ സോഡിയം എഥനോയേറ്റ് എന്ന് പറയുന്നത് സോപ്പാണ്. അപ്പൊ ഈ റിയാക്ഷനെ നമ്മൾ സപ്പോണിഫിക്കേഷൻ, സോപ്പ് ഉണ്ടാക്കുന്ന റിയാക്ഷനെ സപ്പോണിഫിക്കേഷൻ എന്ന് പറയും. ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കുന്നത്. നോക്കിയോ, ഈ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന സോപ്പ് CH3COONA എന്ന് പറയുന്ന സോഡിയം എഥനോയേറ്റ്. എന്നാൽ ഇത് ഇങ്ങനെയല്ല വരുന്നുണ്ട്. CH3CH2 എഴുതണ്ടേ? CH2CH2CH2CH2COONA കണ്ടോ? ഇതാണ് ശരിക്കുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ഫോർമുലയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ വരും. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും. 1 2 3 4. ഇപ്പൊ 1 2 3 4 5 6 7 8 എണ്ണം. 1 2 3 4 5 6 7 8. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് COO മൈനസും Na പ്ലസ്. കണ്ടോ? ഇതാണ് ശരിക്കും സോപ്പ്. ഈ സോപ്പ് ശരിക്കും നമ്മുടെ ചെളി കളയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് എന്താണ് നമ്മൾ ഈ പറഞ്ഞ സൂചി പോലെ കൺസിഡർ ചെയ്താൽ മതി. ഇത് പോയിട്ട് നമ്മൾ എന്താണ് ചെളിയൊക്കെ ഉള്ളപ്പോൾ ആ ചെളിയിൽ വന്ന് ഈ സംഭവം കുത്തിയിരിക്കും. ഈ സൈഡാണ് ഈ ഭാഗം ആ ചെളിക്കകത്ത് ഇറങ്ങി കുത്തിയിരിക്കും. ഇതുപോലത്തെ കുറെ മോളിക്യൂൾസ് കാണും. അത് എന്നിട്ട് മൈസെൽസ് ഫോം ചെയ്യും. അത് നമുക്ക് അടുത്ത പഠിക്കാനുണ്ട്. മൈസെൽസ് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പം സോപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കുളിക്കുന്ന സോപ്പിന്റെ ഒറിജിനൽ ഫോർമുല ഇതേണ്ട ഈ രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോപ്പിന് നല്ല മണമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വിവലിന്റെ സോപ്പിന് എന്താണ് പപ്പായയുടെ മണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മാങ്ങയുടെ ഇതുള്ള മണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ഫ്ലേവറിൽ നമുക്ക് എന്ത് ചെയ്യാം, സോപ്പ് ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയും യൂസസ് ഓഫ് എഥനോയിക് ആസിഡ് എന്ന് എഴുതിക്കോ. യൂസസ് ഓഫ് എഥനോയിക് ആസിഡ്. അതിനെ നമ്മൾ യൂസസ് ഓഫ് എഥനോയിക് ആസിഡ് ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡൈല്യൂട്ട് എഥനോയിക് ആസിഡ്.
എത്തനോയിക്. എഥനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ് തന്നെയാണ്. ഡൈല്യൂട്ട് എഥനോയിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് എ ഫുഡ് preservative in the preparation of pickles and sauces. പിന്നെ എന്താണ് ഈ എഥനോയിക് ആസിഡിനെ റബ്ബർ, നമ്മുടെ റബ്ബർ ഇല്ലേ, നമ്മുടെ ഒട്ടുപാല്, നമ്മുടെ ഈ റബ്ബർ മരത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന റബ്ബർ പാല്, അതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് കട്ടി പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഥനോയിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. എഥനോയിക് ആസിഡ് ഈസ് യൂസ്ഡ് ടു coagulate rubber from latex. അതേപോലെ മൂന്നാമത്തേത്, it is used in the preparation of dyes and plastic. It is used in the preparation of dyes and plastic. ആരോ ഹാൻഡ് റൈസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്. അതുകൂടെ എഴുതിയിട്ടോ, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. എഴുതിക്കോളൂ, സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്. മോസ്റ്റ് ഡർട്ട് ഈസ് ഓയിൽ. എല്ലാ ഡർട്ടും ഓയിലിയാണ് ഇൻ നേച്ചർ. ഇത് നേച്ചർ എന്നാണ്. Oil does not dissolve. Dissolve in water. അത് നമുക്കറിയാം, ഓയിൽ വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യത്തില്ല. The molecule of soap എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആർ സോഡിയം or potassium. Salt of carboxylic acid. കാർബോക്സിലിക് ആസിഡിന്റെ എച്ചിനെ മാറ്റിയിട്ട് അവിടെ Na വരുന്നതോ അല്ലെ എച്ചിനെ മാറ്റിയിട്ട് K വരുന്നതോ ആണ് ശരിക്കും പറഞ്ഞാൽ സോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ശരിക്കും അതൊരു സോൾട്ട് ആണ്. നിങ്ങൾക്കത് അറിയാലോ. വേണ്ട, നമ്മൾ മുകളിലത്തെ റിയാക്ഷൻ എഴുതിയ സമയത്ത് നിങ്ങൾ നോക്കിയോ, നമ്മൾ ആസിഡ് കണ്ടോ, ഇവിടെ ഒരു ആസിഡ്, ഇത് ആസിഡാ, ഇത് ബേസ് ആണ്. അപ്പം നമുക്ക് എന്തായാലും കിട്ടുന്ന സോൾട്ടും വാട്ടറും ആയിരിക്കും. അപ്പൊ ഈ സോപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സോൾട്ട് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ട് ആണ്. കണ്ടോ, കാർബോക്സിലിക് ആസിഡിൽ നിന്നുണ്ടായ സോൾട്ട് ആണ്. അതുകൊണ്ടാണ് അത് സോഡിയം സോൾട്ട് അല്ലെ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ് എന്ന് എഴുതണേ. ഇവിടെ ലോങ് ചെയിൻ എന്നും കൂടെ എഴുതിയത്, ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്. അത് എങ്ങനെയാന്ന് വരച്ച് കാണിക്കാം. The ionic അതിന് ബാക്കിയായിട്ട് എഴുതിക്കോ. The ionic end of soap interact
it is hydrophilic. Hydrophilic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലവിങ് ആണ്. വാട്ടർ ലവിങ് ആണ് ഹൈഡ്രോഫിലിക്. while the carbon chain are hydrophobic അതായത് വാട്ടർ ഹീറ്റിംഗ്. hence they interact with oil. Interact with the oil. ഇനി നോക്കിയോ, ബാക്കിയായിട്ട് എഴുതാം. നമുക്ക് ബാക്കിയായിട്ട് എഴുതാം. ബാക്കിയായിട്ട് എഴുതിക്കോ. ഇന്ററാക്ട് വിത്ത് ഓയിൽ വരെ നമ്മൾ എഴുതിയായിരുന്നു. ഇന്ററാക്ട് വിത്ത് ഓയിൽ ബാക്കിയായിട്ട് എഴുതിക്കോ. The soap molecule thus forms a structure called micelles, where one end of the soap molecule is towards the oil droplet while ionic end faces outside. ഇതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാമേ. അതായത് ഇപ്പം വരയ്ക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഡ്രസ്സാണ്. ഈ ഡ്രസ്സിൽ ഇച്ചിരി ചെളി പറ്റി അല്ലെങ്കിൽ ഗ്രീസ് പറ്റി എന്ന് വിചാരിച്ചു. ഗ്രീസിന് ഓയിലി നേച്ചറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താണ് സോപ്പ് എന്തായാലും ഇടും. സോപ്പ് ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോപ്പ് മൈസൽസ് അതായത് സോപ്പ് ഇരിക്കുന്നത് ഇങ്ങനെയല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു CH3COONA. പക്ഷെ ഇത് ഇങ്ങനെയല്ല, ഇത് ഏറ്റവും ബേസിക് ഫോമാണ് സോപ്പിൻ്റെത്. ഈ CH3 എന്ന് പറയുന്നത് ഇങ്ങനെ അത് വലുതാവാം. ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡാ. CH3 CH2 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 COONA. ഇതിൽ വേണ്ട ഈ പാർട്ട് COO മൈനസും NA പ്ലസ് ഇത് അയോണിക് പാർട്ടാണ്. ബാക്കി ഇതേണ്ട ഇത് എന്ന് പറഞ്ഞാൽ അയോണിക് പാർട്ട് അല്ല. അപ്പൊ അവരെ നമുക്ക് തന്നെ ഇങ്ങനെ കൂർത്ത മുനകളായിട്ട് ബോണ്ട് ലൈൻ ഫോർമുലയായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. 1 2 3 4 5. അത് കഴിഞ്ഞിട്ട് ഇവിടെ COO മൈനസും NA പ്ലസും ആണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് ഇതേണ്ട ഈ പാർട്ട് വാട്ടർ ഹീറ്റിംഗ്, അതായത് ഹൈഡ്രോഫോബിക്ക. അപ്പം നമ്മൾ വെള്ളത്തിനകത്ത് കലക്കുന്നത്, ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് മുക്കി വെച്ചിരിക്കുക ഈ ഡ്രസ്സ് എന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ എല്ലാം വെള്ളമാണ്. ഓക്കെ, അപ്പോൾ വെള്ളമാണ്. ഇതിനകത്ത് ഫുള്ള് നമ്മൾ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഈ പാർട്ട് വെള്ളത്തിന് ഇഷ്ടമല്ലാത്ത ആളാണ്. അപ്പം എന്ത് ചെയ്യുന്നറിയാമോ?
ആ പാർട്ട് ഈ ഓയിലിനകത്ത് കുത്തി അങ്ങോട്ട് ഇറങ്ങും. കണ്ടോ, കുറേ മോളിക്കൂൾ, ഒരു മോളിക്കൂൾ അല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, കുറേ ലക്ഷക്കണക്കിന് മോളിക്കൂൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ലക്ഷക്കണക്കിന് മോളിക്കൂൾ എന്ത് ചെയ്യും, രണ്ട് ഇതിനകത്തോട്ട് കുത്തി ഇറങ്ങും. കാരണം എന്താ, ആ പാർട്ട് രണ്ട് ഇത്രയും പാർട്ട് വാട്ടർ ഹീറ്റിംഗ് ആണ്. വാട്ടറിന് ഇഷ്ടമല്ല, അപ്പൊ വാട്ടർ നീക്കത്തില്ല, എന്ത് ചെയ്യും, ഓയിലിനകത്ത് കുത്തി കയറിയിരിക്കും. ബാക്കി COON, ഞാൻ ആ CON ഒരു വട്ടമായിട്ട് കൺസിഡർ ചെയ്യാമേ. അപ്പോൾ ആ വട്ടം വെള്ളത്തിൽ ഇഷ്ടപ്പെടുന്ന വാട്ടർ ലവിങ് ആണ്, ഹൈഡ്രോഫിലിക് ആണ്. അത് വെള്ളവുമായിട്ട് വേണ്ട ഇങ്ങനെ ഇരിക്കും, ചേർന്നിരിക്കും കേട്ടോ, ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് നമ്മൾ തുണി അലക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് ഉരയ്ക്കുന്ന സമയത്ത് ഈ കൂർത്ത മുനകളുടെ സഹായത്തോടു കൂടി ഇതിനെ ഇവിടുന്ന് പറിക്കുമെന്നൊന്ന് വിചാരിച്ചു. ഇതിനെ അവിടുന്ന് പറിച്ചെടുക്കും. അപ്പം ഡ്രസ്സ് ഇവിടെ തന്നെ, അതായത് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ഇത്രയും ഭാഗത്തിനെ ഇവിടുന്ന് അങ്ങ് എന്ത് ചെയ്യും, അതിനെ അങ്ങ് മാറ്റും. അതിനെ അങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ, അതായത് ഞാൻ അടുത്തൊരു പടം വരയ്ക്കാം. ഇതിനകത്ത് എന്താണ് നോക്കിക്കോളൂ, ഇതിനകത്ത് വെള്ളമാണ്. ഇപ്പം ഡ്രസ്സ് നമ്മുടെ ഇവിടെ ഇങ്ങനെ, ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രീസ് മോളിക്കൂൾ എന്ത് ചെയ്യുന്നറിയാമോ, ഗ്രീസ് മോളിക്കൂൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വട്ടത്തിലായിട്ട് മാറും. വട്ടത്തിലായിട്ട് മാറുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയോ, അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മൈസെൽസ് ഇങ്ങനെ ഇറങ്ങിയിരിക്കും. കണ്ടോ, ഇങ്ങനെ ഒരു പൂ പോലെ ആയിരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ 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 ഇങ്ങനെ, അതാ കൂർത്ത മുനകളാണ് കേട്ടോ. വെളിയിൽ എന്താ, വെളിയിൽ ഇങ്ങനെ അതിന്റെ തല ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇതിനെയാണ് മൈസെൽസ് എന്ന് പറയുന്നത്. മൈസെൽസ് എന്ന് പറയുന്നത്, അതായത് വലുതായിട്ട് വരയ്ക്കുവാണെങ്കിൽ മൈസെൽസ് ഇങ്ങനെ ഇരിക്കും. ഒരു ഹൈഡ്രോ കാർബണിന്റെ വാട്ടർ ഹീറ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഇങ്ങനെ, അടുത്ത മോളിക്കൂളിലെ വാട്ടർ ഹീറ്റിംഗ് പാർട്ട് ഇങ്ങനെ, അടുത്ത മോളിക്കൂളിലെ വാട്ടർ ഹീറ്റിംഗ് പാർട്ട് ഇങ്ങനെ, അടുത്ത മോളിക്കൂളിന്റെ വാട്ടർ ഹീറ്റിംഗ് പാർട്ട് ഇങ്ങനെ, അടുത്ത മോളിക്കൂളിന്റെ വാട്ടർ ഹീറ്റിംഗ് പാർട്ട് ഇങ്ങനെ. വാട്ടർ ലവിങ് പാർട്ട് വാട്ടറുമായിട്ട് ചേർന്ന് എഴുകി ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഈ ഒരു ഇതിനെയാണ് നമ്മൾ മൈസെൽ എന്ന് പറയുന്നത്. ഇത് ഇഷ്ടത്തിന് വരാം, ലക്ഷക്കണക്കിന് മോളിക്കൂൾ വരാം. കണ്ടോ, ഞാൻ ജസ്റ്റ് രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. കണ്ടോ, ഇതായിരിക്കും മൈസെൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിലെയൊക്കെ ചെളികളെ സോപ്പ് ഇളക്കി കളയുന്നത്. സോപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഡിറ്റർജന്റ് ആണ് കേട്ടോ, അതായത് പൊടിയാണ് ഏറ്റവും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത് സോപ്പിനെക്കാട്ടിൽ. ഓക്കെ, അപ്പം അത് ബാക്കിയായിട്ട് എഴുതിക്കും. ഈ സോപ്പിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ സോപ്പ് ഹാർഡ് വാട്ടറിൽ പതയത്തില്ല. നമുക്കറിയാലോ, പത വന്നാൽ മാത്രമേ നല്ല രീതിയിൽ ചെളി പോകത്തുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? പക്ഷേ നമ്മൾ ഈ ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോൾ കുഴൽക്കിണറൊക്കെ ഉള്ള നിങ്ങളുടെ വീടുകളിൽ കുഴൽക്കിണറൊക്കെ ഉണ്ടെങ്കിൽ കുഴൽക്കിണറിൽ നിന്ന് വരുന്ന വെള്ളം സോപ്പ് പതയാൻ വളരെ പാടുള്ള ഒരു വെള്ളമാണ്. അതുകൊണ്ട് തന്നെ സോപ്പ് പതയത്തില്ല. അതുകൊണ്ട് തന്നെ സോപ്പ് വെച്ചിട്ട് അലക്കുന്ന തുണികളൊന്നും നല്ല രീതിയിൽ ക്ലീൻ ആവില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഡിറ്റർജന്റ് ഉപയോഗിക്കുന്നത്. ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താണെന്നറിയാമോ, അത് ഹാർഡ് വാട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അത് എന്തുകൊണ്ടാണ് സോപ്പിനെ നമുക്ക് ഹാർഡ് വാട്ടറിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഉത്തരമാണ്, എഴുതിക്കോ, ഇൻ ഹാർഡ് വാട്ടർ soap does not form froth എന്ന് പറയുമ്പോൾ പദ, FROATH, froth. Instead it produce an insoluble substance called scum that remains even after washing with water. This is caused by the reaction of soap with calcium and magnesium salt. Hardness of water is due to presence of calcium and magnesium salt in it. അതായത് ഈ ഹാർഡ് വാട്ടറിനകത്ത് കാൽസ്യം മാഗ്നീഷ്യം സോൾട്ട് ഉണ്ട്. ആ സോൾട്ടുമായിട്ട് നമ്മുടെ ഈ സോപ്പ് റിയാക്ട് ചെയ്തിട്ട് സ്കം എന്ന് പറയുന്ന ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതെല്ലാം ഡ്രസ്സിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കും, മനസ്സിലായോ?
അത് ഹാർഡ് വാട്ടറിനകത്ത് ഈ പറഞ്ഞ പോലെ പതയാത്തതുകൊണ്ട് തന്നെ ഫോം ചെയ്യുന്ന ഒരു സാധനമാണ് സ്കം. എന്നാൽ ഡിറ്റർജന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ സ്കം ഫോം ചെയ്യൂല. കാരണം ഡിറ്റർജന്റ് എന്ന് പറയുമ്പോൾ ഇത് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്, അത് സോഡിയം സോൾട്ട് ഓഫ് സൾഫോണിക് ആസിഡ് ആണ്. അപ്പം നമുക്ക് ഹാർഡ് വാട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഡിറ്റർജന്റ് എന്ന് പറയുന്നത്. അതും കൂടെ നമുക്കൊന്ന് എഴുതാം. Sir, പറഞ്ഞു. this is caused by the kind of the water. Reaction of soap with calcium Okay. and magnesium salt. REN റിയാക്ഷന്റെ ഷോർട്ട് ഫോം എഴുതിയതാണ്. വിളിച്ചോ? കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ കൊല്ലം ഇടുക്കിയിലല്ലേ? പഠിക്കുന്നോടല്ലേ? സപ്ലൈ ഒന്നും ഇല്ല, എല്ലാം തീർന്നു. എഴുതി എഴുതോ അതോ സപ്ലൈ ഉണ്ടായിരുന്നോ? എഴുതി എഴുതും. വെരി ഗുഡ്. ക്ലാസ് ഉണ്ടോ? ക്ലാസ് 20 500 ടീച്ചർമാർ ക്ലാസ്സില്ല, റെക്കോർഡാ ക്ലാസ്. നിങ്ങൾ ഒരു ടോപ്പിക് കൂടെ ഡിറ്റർജന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ എഴുതിക്കോളൂ, അതുകൂടെ കഴിഞ്ഞ് ചാപ്റ്റർ തീർന്നേ. ഓക്കെ, എന്നിട്ട് അടുത്തൊരു ഡോട്ട് എഴുതുക. ഡിറ്റർജൻസ് ആർ generally sodium salt of sulfonic acid or ammonium ഇത് പഠിക്കണേ, ammonium salt with chlorides or bromides or bromides. Here the charged ends of these compound
do not form insoluble 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 precipitate insoluble precipitate with the calcium with the calcium and magnesium ions in hard water അതായത് മറ്റേ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിന്റെ അയണിക് ഗ്രൂപ്പ് മറ്റേ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സ്കം ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് അല്ല ഹാർഡ് വാട്ടർ. എന്നാൽ ഇവരുടെ അയണിക് പാർട്ട് എന്താണ് സോഡിയം സോൾട്ട് ഓഫ് അല്ല നമ്മുടെ മഗ്നീഷ്യം സോൾട്ടുമായിട്ടോ അല്ലെങ്കിൽ മഗ്നീഷ്യം അയൺസുമായിട്ടോ അല്ലെങ്കിൽ കാൽസ്യം അയൺസുമായിട്ടോ റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ഹാർഡ് വാട്ടറിൽ ഇവർ മറ്റവരെക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. അയോൺസ് ഇൻ ഹാർഡ് വാട്ടർ thus they remain effective. Thus they remain effective in hard water. ഓക്കെ, ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. ഇത്രയുമേ ഉള്ളൂ.